നമസ്കാരം സുഹൃത്തുക്കളെ, വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു പുതിയ സർക്കാർ ജോലി അവസരം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നറിയാമോ? വലിയ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെടുന്ന ഒരു പോസ്റ്റല്ല ഇത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് ഇപ്പോൾ KPSC വഴി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റിൽ വ്യത്യസ്ത വിഭാഗങ്ങളായി വേക്കൻസി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാരണ കാറ്റഗറിയിൽ വരുന്നവർ മാത്രമല്ല, ചില പ്രത്യേക വിഭാഗത്തിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കൊക്കെ അപേക്ഷ നൽകാം, പ്രായപരിധി എത്രയാണ്, യോഗ്യത എന്താണ്, മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കും എന്താണ് പ്രത്യേകത, പിന്നെ ഏറ്റവും പ്രധാനമായി ഈ ജോലിയുടെ ശമ്പളം എത്രയാണ്, അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നിവരെയാണ്. ഈ രണ്ട് കാര്യങ്ങളും വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ വ്യക്തമായി പറയാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് കേരള PSC, കേരളത്തിലെ അപ്പർ സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതിൽ മത്സ്യഫെഡ് ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ നമ്മൾ സാധാരണയായി പറയുന്നത് മത്സ്യഫെഡ് സ്റ്റോർ കീപ്പർ റിക്രൂട്ട്മെൻറ്റ് എന്നാണ്. ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ 086/2026 ആണ്. നിയമനം സ്റ്റേറ്റ് വൈഡ് ബേസ് ആണ്. അതായത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് ശ്രദ്ധിക്കാം. നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി സ്റ്റോർ കീപ്പർ എന്ന ജോലി എന്താണെന്ന് നോക്കാം. പേരിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ മനസ്സിലാക്കാം. ഒരു സ്ഥാപനത്തിലെ വിവിധ സാധനങ്ങളുടെ സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജോലിയാണ് സ്റ്റോർ കീപ്പർ. സാധനങ്ങൾ വരുന്നത്, സ്റ്റോക്കിൽ ചേർക്കുന്നത്, ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നത്, സ്റ്റോക്ക് സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കുന്നത്, സ്റ്റോക്കിൻ്റെ കണക്കുകൾ പരിശോധിക്കുന്നത് തുടങ്ങിയ ജോലികളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്റ്റോർ കീപ്പർ എന്ന പേരിനെ അടിസ്ഥാനമാക്കി മാത്രം കൃത്യമായി ജോലി ചുമതലകൾ നിയമനം ചെയ്യരുത്. നിയമനവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും കൃത്യമായ ഡ്യൂട്ടീസ്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വായിക്കുന്നത് വളരെ പ്രധാനമാണ്. മത്സ്യഫെഡ് എന്താണ്? ഇനി മത്സ്യഫെഡിനെ കുറിച്ച് ചെറിയൊരു കാര്യം പറയാം. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിലും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സഹകരണ മേഖലയിലെ സ്ഥാപനമാണ് മത്സ്യഫെഡ്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ റിക്രൂട്ട്മെൻറ്റ് പ്രത്യേകമായി ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റിക്രൂട്ട്മെൻറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം ഉള്ളതാണോ? അല്ല. നോട്ടിഫിക്കേഷൻ വിവിധ കാറ്റഗറികളായി വേക്കൻസി അപ്പോയിൻമെൻറ്റ് നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് ഇനി നോക്കാം. കാറ്റഗറി വേക്കൻസി. മത്സ്യഫെഡിൽ നിന്നുള്ള വേക്കൻസീസ് 5-3-2 എന്ന അനുപാതത്തിലാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഇത് 3 വിഭാഗങ്ങളായിട്ടാണ്. പാർട്ട് 1 ജനറൽ കാറ്റഗറി, പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പെൻഡൻസ് ഓഫ് ഫിഷർമാൻ കാറ്റഗറി, പാർട്ട് 3 സൊസൈറ്റി കാറ്റഗറി. അതായത് മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ ഡിപ്പെൻഡൻസിനും പ്രത്യേകം കാറ്റഗറി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫിഷർമാൻ ഡിപ്പെൻഡൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അപ്പർ സൊസൈറ്റിയിൽ നിന്നുള്ള വേക്കൻസീസ് 1:1 റേഷ്യോ പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പാർട്ട് 1 ജനറൽ കാറ്റഗറി, പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി എന്നിങ്ങനെയാണ്. റിസർവേഷൻ സംബന്ധിച്ച KS ആൻഡ് SSR 1958 ജനറൽ റൂൾസ് 14 മുതൽ 17 വരെ ബാധകമായിരിക്കും. അതുകൊണ്ട് കാറ്റഗറി സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷിക്കുക. ഒരു പ്രധാന സന്തോഷ വാർത്ത, ഇനി പലരും കാത്തിരിക്കുന്ന ഭാഗത്തേക്ക് വരാം. ഈ ജോലിക്ക് എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? ഇവിടെയാണ് ഈ വേക്കൻസി പലർക്കും പ്രയോജനപ്പെടുന്നത്. ഈ പോസ്റ്റിന് ആവശ്യമായ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അതായത് 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ വേക്കൻസി പരിഗണിക്കാം. നിങ്ങൾ +2 ഇല്ലെങ്കിലും ഡിഗ്രി ഇല്ലെങ്കിലും ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും ലോവർ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടുന്ന ഹയർ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച സർക്കാർ ഉത്തരവുകളും ബാധകമായേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് ചെറിയ സംശയം ഉണ്ടെങ്കിൽ KPSC നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് ഉറപ്പുവരുത്തുക.
ഏജ് ലിമിറ്റ്. ഇനി നമുക്ക് പ്രായപരിധി നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റിന് മിനിമം ഏജ് 18 വയസ്സ്, മാക്സിമം ഏജ് 44 വയസ്സ്. വിജ്ഞാപനത്തിൽ നൽകിയിരിക്കുന്ന ജനനത്തീയതി പരിധി 2/1/1982 മുതൽ 1/1/2008 വരെ 2 തീയതികളും ഉൾപ്പെടുന്നതാണ്. ഇവിടെ SC, ST, OBC തുടങ്ങിയ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടപ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ നോട്ടിഫിക്കേഷൻ പരമാവധി പ്രായപരിധിയെക്കുറിച്ചും പ്രത്യേകം നിബന്ധനയുണ്ട്. ഏത് സാഹചര്യത്തിലും പരമാവധി പ്രായം 50 വയസ്സ് കവിയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് പരിശോധിക്കുക. സ്പെഷ്യൽ ഏജ് റിലാക്സേഷൻ. ഇവിടെ മറ്റൊരു പ്രത്യേക വിഭാഗം കൂടി ശ്രദ്ധിക്കണം. 29 കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫഷണലായി ജോലി ചെയ്തിട്ടുള്ള ചില ജീവനക്കാർക്ക് പ്രൊഫഷണൽ സർവീസ് കാലയളവിനനുസരിച്ച് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന വ്യവസ്ഥ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ഇതിന് കുറഞ്ഞത് 1 വർഷത്തെ പ്രൊഫഷണൽ സർവീസ് ഉണ്ടായിരിക്കണം. പരമാവധി 5 വർഷം വരെ റിലാക്സേഷൻ ലഭിക്കാം. എന്നാൽ റെഗുലർ അപ്പോയിൻമെൻറ്റ് ലഭിച്ച ശേഷം തുടർന്നുള്ള അപ്പോയിൻമെൻറ്റ് ലഭിക്കില്ലെന്ന നിബന്ധനയുമുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ടവർ നോട്ടിഫിക്കേഷനിലെ മുഴുവൻ കണ്ടീഷൻ നിർബന്ധമായും പരിശോധിക്കുക. സെലക്ഷൻ പ്രോസസ്സ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെയാണ് സെലക്ഷൻ നടക്കുന്നത്? KPSC റിക്രൂട്ട്മെൻറ്റ് ആയതിനാൽ സെലക്ഷൻ വിവിധ ഘട്ടങ്ങളായി നടക്കാം. റിട്ടേൺ, OMR, ഓൺലൈൻ ടെസ്റ്റ് നടത്താൻ സാധ്യതയുണ്ട്. അതിനുശേഷം ആവശ്യമായ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. യോഗ്യതയും സെലക്ഷൻ നടപടികളും പൂർത്തിയാക്കിയ ശേഷം റാങ്ക്ഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, സോഷ്യൽ മീഡിയയിൽ വരുന്ന എക്സാം ഇല്ല, ഡയറക്റ്റ് ജോബ്, ഇൻ്റർവ്യൂ മാത്രം തുടങ്ങിയ വിവരങ്ങൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. KPSC ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ, എക്സാമിനേഷൻ പ്രോഗ്രാം, മറ്റ് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് എന്നിവ മാത്രം അടിസ്ഥാനമാക്കുക. ഹൗ ടു അപ്ലൈ. ഇനി അപേക്ഷിക്കുന്ന രീതി നോക്കാം. ആദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. KPSCയിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ, അതായത് OTR പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആദ്യം അത് ചെയ്യണം. ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് യൂസർ ID പ്ലസ് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത ശേഷം സ്റ്റോർ കീപ്പർ നോട്ടിഫിക്കേഷൻ കണ്ടെത്തുക. കാറ്റഗറി നമ്പർ 086/2026. നോട്ടിഫിക്കേഷൻ തുറന്ന് ക്വാളിഫിക്കേഷൻ പരിശോധിക്കുക. ശേഷം അപ്ലൈ നൗ ഓപ്ഷൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപേക്ഷിക്കുന്നതിന് മുമ്പ് പ്രൊഫൈലിലെ പേര്, ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, കമ്മ്യൂണിറ്റി, മറ്റ് വിവരങ്ങൾ എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കണം. അപേക്ഷ സബ്മിറ്റ് ചെയ്ത ശേഷം പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി സൂക്ഷിക്കുക. ആപ്ലിക്കേഷൻ ഫീ. ഇനി മറ്റൊരു സന്തോഷ വാർത്ത, ഈ റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായി പ്രത്യേക ഫീ നൽകേണ്ടതില്ല. പക്ഷേ ഫീ ഇല്ല എന്ന കാരണത്താൽ അവസാന ദിവസം വരെ കാത്തിരിക്കരുത്. ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അവസാന മണിക്കൂറുകളിൽ വെബ്സൈറ്റ് ട്രാഫിക്, ഇൻ്റർനെറ്റ് പ്രോബ്ലം, ലോഗിൻ ഇഷ്യൂസ് തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാലറി. ഇനി ഇതുവരെ ഞാൻ മനഃപൂർവ്വം പറയാത്ത മാറ്റിവെച്ച ഒരു പ്രധാന വിവരത്തിലേക്ക് വരാം. ഈ സ്റ്റോർ കീപ്പർ തസ്തികയുടെ ശമ്പളം എത്രയാണ്? സുഹൃത്തുക്കളെ, ഈ പോസ്റ്റിൻ്റെ സാലറി 55,200 ആണ്. അതായത് പേ സ്കെയിൽ 24,400 മുതൽ ആരംഭിച്ച് 55,200 വരെയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. 55,200 എന്നത് എല്ലാവർക്കും ആദ്യ മാസം കയ്യിൽ ലഭിക്കുന്ന സാലറി അല്ല. ഇത് പേ സ്കെയിലാണ്. ആപ്ലിക്കബിൾ അലൗവൻസ്, സർവീസ് കണ്ടീഷൻ തുടങ്ങിയവ അനുസരിച്ച് കയ്യിൽ ലഭിക്കുന്ന തുക വ്യത്യാസപ്പെടാം. എങ്കിലും 10ാം ക്ലാസ് യോഗ്യതയിൽ ഒരു സർക്കാർ റിക്രൂട്ട്മെൻ്റ് എന്ന നിലയിൽ ഈ പേ സ്കെയിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറയാതെ മാറ്റിവെച്ച വിവരം, അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നുവരെയാണ്. സുഹൃത്തുക്കളെ, ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2026 സെപ്റ്റംബർ 2 വരെയാണ്, രാത്രി 12 മണി വരെ. അതുകൊണ്ട് ഈ തീയതി പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അവസാന ദിവസം വരെ കാത്തിരിക്കാതെ അപേക്ഷ നേരത്തെ സബ്മിറ്റ് ചെയ്യുന്നതാണ് സുരക്ഷിതത്വം. ഫൈനലി റീക്യാപ്പ്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഒരിക്കൽ കൂടി നോക്കാം. പോസ്റ്റ് സ്റ്റോർ കീപ്പർ, ഓർഗനൈസേഷൻ മത്സ്യഫെഡ്, KPSC കാറ്റഗറി നമ്പർ 08/2026, ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്, ഏജ് 18 മുതൽ 44 വയസ്സ് വരെ, പേ സ്കെയിൽ 24,400 മുതൽ 55,200 വരെ, ആപ്ലിക്കേഷൻ ഫീ ഇല്ല, മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ, ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 2, 2026 രാത്രി 12 മണി വരെ. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള നിങ്ങൾ ഈ അവസരത്തിന് യോഗ്യതയുണ്ടെങ്കിൽ അവസാന തീയതി വരെ കാത്തിരിക്കാതെ അപേക്ഷിക്കുക. പ്രത്യേകിച്ച് ഫിഷർമാൻ, ഡിപ്പെൻഡൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗത്തിൽപ്പെടുന്നവർ കാറ്റഗറി സംബന്ധിച്ച നിബന്ധനകൾ പ്രത്യേകം പരിശോധിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിലെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ 10ാം ക്ലാസ് യോഗ്യതയുള്ള സർക്കാർ ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ ജോലി അന്വേഷിക്കുന്ന യാത്രയിൽ വലിയൊരു സഹായമായേക്കാം. ഈ റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കേരള PSC ജോബ്സ്, ഗവൺമെൻറ് ജോബ്സ്, ജോബ് വേക്കൻസി അപ്ഡേറ്റ്സ് സ്ഥിരമായി ലഭിക്കുവാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കാനും മറക്കരുത്. ഞാൻ RB റജി, വോയിസ് ഓഫ് RBR കണ്ടതിൽ നന്ദി. സ്റ്റേ അപ്ഡേറ്റ്. ജയ് ഹിന്ദ്.